Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my husband Vasu. வணக்கம். வெல்கம் பேக். அப்பப்போ நமக்கு கெஸ்ட் அப்பியரன்ஸ் கொடுத்துட்டு இருக்காங்க. ஓகே, நம்ம இன்னைக்கு சூப்பரான ஒரு மூவி பார்க்க போறோம். என்னன்னா வாழை 1 பார்க்க போறோம். வாழை 2 தியேட்டர்ல ரிலீஸ் ஆகி பயங்கரமா சூப்பரா போயிட்டு இருக்கு போல இருக்கு. ஸோ எல்லாரும் என்ன சஜஷன்ஸ் கொடுத்துருந்தாங்கன்னா, நீங்க வாழை 1 பாருங்க, உங்களுக்கு கண்டிப்பா பிடிக்கும், பார்த்துட்டு வாழை 2 வாங்க அப்படின்னு சொல்லியிருக்காங்க. ஸோ நம்ம இன்னைக்கு மூவிக்குள்ள போயிடலாமா? போயிடலாம். சைக்கிள் ட்ரெஸ்ஸா? சூப்பரா இருக்கேப்பா அந்த பிளேஸ். எப்பா செம கேமரா இருக்குல்ல. என்ன பழைய காலத்து பாட்டு மாதிரி இருக்கு. வாழை வாழை தோப்புக்குள்ள வாழை. அடிப்பால் தான் நீயும் போராமோ. ലോകത്ത് 3 തരം കുട്ടികളാണുള്ളത്. മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഉറച്ച തീരുമാനത്തോടെ പഠിച്ച ജീവിത വിജയം നേടുന്നവരും അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിനൊത്ത് പഠിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നവരും. ഇതിലൊന്നും പെടാത്ത മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. എന്തിനാ പഠിക്കുന്നതെന്ന് അവർക്കും അറിയില്ല, പഠിപ്പിക്കുന്ന എന്തിനാന്ന് വീട്ടുകാർക്കോ അധ്യാപകർക്കോ അറിയില്ല. ഇത് അങ്ങനെയുള്ളവരുടെ കഥയാണ്. காலேஜ் கதையோ? மலையாளமா இது? வாழை தமிழ்ல இருக்க மாதிரி இருக்கு. இல்லையே, தமிழ்லயே வாழை இப்படிதான் போடுவோம் நாங்க. വാഴത്തൈ ഉണ്ടോ? ഒരെണ്ണം ഉണ്ടായിരുന്നു, ആളെടുത്തു. ഓ, ഇത് വേണം നിങ്ങൾ എടുത്തോ. വേണ്ട, അത് സാരമില്ല, ഞാൻ അടുത്ത പ്രാവശ്യം വരെ മേടിച്ചോളാം. വേണ്ട വെച്ചോ, കുഴപ്പമില്ല. ശരി. രാധികേ, രാധികേ, നീ മമ്മൂട്ടിയും എടുത്തേ. ഇത് കൈയോടെ അങ്ങ് നട്ടേക്കാം. ഈ നേരത്തോ? പിന്നെ വാഴൊക്കെ നേരവും കാലം ഉണ്ടല്ലോ. ഈ ഇരുട്ടത്തൊന്നും പറമ്പിലോട്ട് ഇറങ്ങണ്ട, പോയി കുളിച്ചിട്ടാ. ഞാനേ മാങ്ങ ചെമ്മീനിട്ട് കറി വെച്ചിട്ടുണ്ട്. കുറെ നാളായി ശരീരം ഒന്ന് അനക്കിയിട്ട്. വാഴ പിന്നെ വെക്കാം. யாருப்பா அவன் போன ரிவர்ஸ் வந்துகிட்டு இருக்கான். வாழை கணக்கிட்டு வர்றாரு. ஐயோ, எடுத்துட்டாரா? இவர் அங்க போய் கேட்டாரு. அவரா? அவர் மாதிரி இல்லையே. அவருக்கு நல்லது. എന്തിനാ ഈ രാത്രി തന്നെ ഇത് നടന്നോ? നാളെ കാലത്തായാലും പോരെ? வாழை மரத்துக்கு இவ்வளவு டிமாண்டா? எனக்கு புரியல. நைஸ், நல்லா இருந்துச்சுல. ஹைட் ஆயிடுச்சு, காலையே வச்சிருச்சு. இந்த ஒரு வாழை மரத்துக்கு நீங்க எவ்வளவு சீசன் எடுப்பாங்க? அங்கேயே வச்சு எடுத்துருப்பாங்களே கேமராவை. அப்படிதான் நினைக்கிறேன். கேமராவோட பிளேஸை மாத்தாம அங்கேயே வச்சு எடுத்திருக்காங்களோ. இது நேந்திரம் பழம் தானே அது? உனக்கு பிடிக்குமே? பழம்புரி. ഒരു പഴംപൊരി. വാങ്ങിട്ട് പോറാ. ആണോ? இவரோட கண்ணுதான்பா அந்த வாழை மரம். அதுல அவர் மரத்துல இருந்து ஆட்டையை போட்டு அந்த மரத்தை எடுத்து அவரே அதுல பழம் போய் சாப்பிட்டு இருக்காரு. ഒരു ഫീഡിംഗ് ബോട്ടില്, ഒരു ബേബി സോപ്പും പൗഡർ, ഒരു ഫെപ്പാനില്, ഒരു ജൂനിയർ ഹോർലിക്സ്. അങ്ങനെ കൊണ്ടോ? കുട്ടികൾക്കല്ലേ ബെസ്റ്റ്. എങ്കിൽ എനിക്കും ഇത് മതി. ഇതൊരെണ്ണം. அந்த நேந்திரமும் இவரோட குழந்தையும் பேரலா வளர்ந்த மாதிரி காமிச்சிருக்காங்க. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും പടം വരയ്ക്കാൻ ഇഷ്ടാണോ? എന്നാ നമുക്കൊരു പടം വരയ്ക്കാം. ഇതെന്താ? എം വെച്ചൊരു മരം വരച്ചാലോ? എം എഴുതിയിട്ട് ഇങ്ങനെ കൊള്ളാവോ? എന്നാ എല്ലാരും ഇങ്ങനെ ഒരു എം വെച്ച് മരം വരച്ചേ.
ലോകത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവുന്നതേ നമ്മൾ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് അതേപോലെ ഹാപ്പി ആയിരിക്കുന്ന ഒരാളെ കാണുമ്പോഴല്ല, ഏറ്റവും മോശം സമയത്ത് അതേപോലെ പാളിയിരിക്കുന്ന ഒരാളെ കാണുമ്പോഴാണ്. നിങ്ങൾ രണ്ടും എന്താ ചിരിച്ചോണ്ടിരിക്കുന്നേ? എണീറ്റ് രണ്ടുപേരും. ഏയ് എന്താ പേരെന്താ? സെമ ട്രാൻസിഷൻ പാ. വിഷ്ണു രാധാകൃഷ്ണൻ. ആഹാ, ഇവിടെയോ? അജോ തോമസ്. അജോ തോമസ്. നിങ്ങൾ വരയ്ക്കുന്നില്ലേ? വരക്കാം. വരയ്ക്കോ? എന്നാ രണ്ടുപേരും ഇരുന്നേ. മെരുട്ടിയുടെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളില്? അടിപൊളിയായിരുന്നു അമ്മേ. അതെ, എനിക്ക് വിഷ്ണു രാധാകൃഷ്ണൻ ഒരു ഫ്രണ്ടിനെയും കിട്ടി. ആദ്യത്തെ ദിവസം തന്നെ വരപ്പാണല്ലോ. ടീച്ചർ പറഞ്ഞു സൂപ്പറാണെന്ന്. അവരങ്ങനെ പലതും പറയും, കാരണം അവരൊക്കെ പഠിച്ച് വലിയ ടീച്ചറായില്ലേ. മോനെ ഒന്ന് ശ്രദ്ധിക്കണ്ട. മോനെ പഠിച്ച് വലിയൊരു എഞ്ചിനീയർ ആവണം. അതിലും ഒരുപാട് വരയ്ക്കാനുണ്ട്. വീട് വരച്ചു പഠിക്കും. ആ സ്കൂളിൽ എന്നും ഈ വരപ്പ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ അപ്പളേ പറഞ്ഞ നമ്മൾ ആൾക്കാർ നടത്തുന്ന ഏതെങ്കിലും സ്കൂളിലാക്കാം. അവിടെ ആകുമ്പോ എന്ന് ഈ പ്രാർത്ഥനയും കണക്കും ഒക്കെ പഠിപ്പിക്കും. പ്രാർത്ഥനയും കണക്കോ? ആ, 2 വാരങ്ങളൊക്കെ പേടിപ്പിച്ചാലല്ലേ പഠിക്കൂ. എടേ, ആ ചെക്കനുമായിട്ടുള്ള കൂട്ടുകെട്ടെ അത്ര ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. இவனு 2 பேர் தான் வளர்ந்து ஆட்டம் போட போறாங்க. അജോ തോമസോ? ഉം. അവനെ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തല്ലുള്ളൂ. ഉം. അതിനു മുമ്പ് അവന്റെ മോശം കൂട്ടോട്ടും കണ്ടുപിടിച്ചു. അവനെ കണ്ടിട്ട് പഠിക്കുന്ന കൂട്ടത്തിലൊന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ കൂടെ കൂടിയ നമ്മുടെ മോനെ അത്രയൊക്കെ തന്നെയല്ലേ വരത്തുള്ളൂ. കൂട്ടുകാരൻ വാങ്ങുന്നതിനേക്കാൾ 1 മാർക്ക് കൂടുതൽ വാങ്ങിയാൽ മതി സന്തോഷിക്കാൻ. ഒന്നെങ്കിൽ നന്നായി പഠിക്കാൻ ഒരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ വാശിയോടെ പഠിക്കാൻ ഒരു എതിരാളി. അന്ന് വിഷ്ണുവിന്റെ അച്ഛൻ പറഞ്ഞ നമ്മുടെ എതിരാളിയെ കണ്ടുമുട്ടാൻ 4ാം ക്ലാസ് വരെ കാത്തിരിക്കേണ്ടി വന്നു. 4Bയിലെ BC വിശ്വം. ഇവനാര്? താനിയുടെ ബർത്ത്ഡേറ്റ് മുട്ടായി തന്നിരുന്നോ? തന്നു. എന്റേത് എനിക്ക് എന്തിന്? തന്ന ടീച്ചറിനെ പേടിക്കാതിരിക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളത് കഴിച്ചു. ഞാനും കഴിച്ചു. ഞാൻ മതിയാ. ആവശ്യ സമയത്ത് ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അങ്ങനെ നമ്മളുടെ ഇടയിലേക്ക് വന്നവനാണ് മൂസ. மூசா മൂസ. ദാ വാപ്പ ഷാർജയിൽ നിന്നുണ്ടെന്ന സ്പെഷ്യൽ ചോക്ലേറ്റ്. ബൈ. മൂസ വന്നതോടുകൂടി നമ്മുടെ ലെവൽ അങ്ങ് മാറി. ചെറിയ കേസുകളുമായി ക്ലാസ് റൂമിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഞങ്ങള് സ്ഥിരമായി ഹെഡ് മാസ്റ്റർ റൂമിൽ എത്തി തുടങ്ങി. ഞങ്ങള് മാത്രമല്ല, ഞങ്ങളുടെ അച്ഛന്മാരും വന്നിങ്ങനെ തലകുനിച്ച് നിൽക്കാൻ തുടങ്ങി. ഇവന്റെ അപ്പൂപ്പനെ വയറിളക്കാൻ കൊടുക്കുന്ന ടാബ്ലറ്റ് ആണ് മുട്ടായി എന്നും പറഞ്ഞ് എന്റെ മകന് കൊടുത്തത്. എങ്ങനെയുണ്ട് സാർ? ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ അവന്മാരൊക്കെ വലുതാവുമ്പോ എന്തായിരിക്കും? എന്റെ മകൻ ക്ലാസ്സിൽ 1ാമനായിട്ട് പഠിക്കുന്ന കുട്ടിയാ. സോറി സാർ, അത് പിള്ളേർ അറിയാതെ. എന്ത് സോറി സാർ? സാറാണ് അവന്മാർക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നത്. സാർ, അതെ, ആ ചെറുക്കൻ്റെ വയറ്റിളക്ക് കയറി തീർന്നിട്ടില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ വേണ്ട കാര്യങ്ങളൊന്നും അത് ചെയ്തു കൊടുക്കാൻ നോക്ക്. പിന്നെ ഈ 3 കാര്യം അത് എനിക്ക് വിട്ടാരെ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. அப்படி விட்டு போயிட்டாரு. ஐயோ, ആ ചൂരലിനെ പിന്നെ റെസ്റ്റ് എടുക്കാൻ ടൈം ഞങ്ങൾ കൊടുത്തിട്ടേ ഇല്ല. rest എടുക്കவே കൂടാது. നമ്മളെ ഒന്നും ആർക്കും ഇഷ്ടമല്ലടാ. അതിനെന്താടാ, നമ്മക്കെല്ലാരും ഇഷ്ടമല്ലേ? നീ മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തനെ ഐഡിയ കഴിച്ചു തന്നത്. ഇതൊക്കെ ഒരു ബ്യൂട്ടി അല്ലേ? ബ്യൂട്ടി ഇനി നീ ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. അതെ. എടാ, നിങ്ങൾ സിപ്പപ്പ് പിടിച്ചിട്ടുണ്ടാ? എന്തോന്ന് സിപ്പപ്പ് നമുക്കൊന്നും വേണ്ടേ? ഇനി അടികൊള്ളാൻ വയ്യ. എടാ, അത് സ്കൂളിനകത്തല്ലേ, ഇവിടെ ആരും ഒന്ന് അടിക്കാനാ? എന്നാലും വേണ്ടടാ. എടാ, വെറും 50 പൈസയേ ഉള്ളൂ. ഡാ, എന്റെ ഒറ്റ പൈസയില്ല. എന്തേലും. എന്നാ പിന്നെ ഞാൻ തന്നെ ഇന്ന് കൊടുക്കാം. വാ ചേട്ടാ, 3 സിപ്പപ്പ്. 50 പൈസ വേണോ 2 റുപ്യയുടെ വേണോ? 2 അതൊന്നും വേണ്ട, 50 പൈസയുടെ മതി. அந்த டியூப் மாதிரி வந்திருக்குமே இது. എടാ മണ്ട, പാല് നമ്മൾ ഡെയിലി വീട്ടിൽ കുടിക്കുന്നതല്ലേ? 50 പൈസ മതി, അതാണ് ബ്യൂട്ടി. ஓ இதுவா? நானும் இதான் நினைச்சேன். എങ്ങനെ ഉണ്ട്? സൂപ്പർ. ആ, இது சைக்கிள் எடுத்துட்டு வருவாங்கல்ல. എടാ, ഇത് നല്ല വൃത്തിയായിട്ട് ഓടവെള്ള. ഇത് വിഷമാണ്. കുടി കുടി, ഫുള്ള് കുടി. കണ്ടോ, നമ്മളിത് കുടിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മരിക്കുന്നില്ല. അതാണ് ഇതിന്റെ ബ്യൂട്ടി. இது எவ்வளவுக்கு வாங்கிருக்க? ഞാൻ കാശ് കൊടുത്തു. നാളെ മുതൽ നിങ്ങൾ நான் 1 ரூபாய் 2 ரூபாய்க்கு. അതിന് ഞങ്ങളുടെ കാശ്. എടാ, സ്റ്റാമ്പ് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ എല്ലാ ആഴ്ച 2 രൂപ വാങ്ങണം. 1 രൂപ 50 പൈസ പോയാ ബാക്കി 50 പൈസ കിട്ടില്ലേ? അതിലെല്ലാ വെള്ളിയാഴ്ച നമുക്ക് സിബപ്പാൻ ചൂടേ. അതാണ് അതിന്റെ ബ്യൂട്ടി.
ഇത് തന്നെയാണ് ജീവിതത്തിന്റെ എല്ലാ സമയത്തും ഈ പാട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പാല് വാങ്ങാൻ 10 രൂപ തരൂലേ, പാലിന് 8 രൂപയിലേ ആവും. ബാക്കി വരുന്ന 2 രൂപ കൂട്ടി വെച്ച് 5-ആം ദിവസം വെള്ളിയാഴ്ച നമുക്ക് ഇതുപോലെ കോള വച്ചു കൊടുത്തൂടെ? അതല്ലേ എന്തൊരു ബ്യൂട്ടി. ഗ്രാഫ് മേടിക്കാൻ 50 രൂപ തരില്ലേ, ഗ്രാഫിന് 40 രൂപയിലേ ആവും. ബാക്കി 10 രൂപ കൂട്ടി വെച്ചാ நீ நிறைய பண்ணிருக்கேன் சிரிக்கிறதுல. ക്യാൻസർ വരും. പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് 3000 രൂപ കിട്ടും. 2500 ആവും. ബാക്കി പൈസക്ക് നമുക്ക് ഉപ്പ് എടുത്തൂടെ? അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. പക്ഷേ ഞങ്ങളുടെ ലൈഫിലെ യഥാർത്ഥ ബ്യൂട്ടി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 4Bയിലെ ന്യൂ ഡെയ്സി. यार था यार 4th B-லே என்ன உனக்கு ரொம்ப சிங்க் ஆகுது போலயே ஸ்டோரிஸ் கேட்க. பேசி பாவ குட்டி கொண்டுது. ஆமா, இந்த படமே 4 பேர் பேக் பெஞ்சர்ஸ் வச்சு எடுத்துற மாதிரி இருக்கு எனக்கு தெரிஞ்சு. அப்ப எனக்கு தான் மேட்ச் ஆகும். നീ ചെയ്യാതെ ஓ வளர்ந்துட்டாங்க. ഞാൻ നിന്നുടെ മാറ ഹരിത പരവതാനി കൂട്ടുനിന്നിൽ പടർന്ന് കേറിടും ഞാൻ. ഇത്തിരി നേരം എന്തിനി വേഗം മാനത്തെ അമ്പിളി ചേലത്തെ കൊമ്പിളിൽ കൊണ്ടുവരാനായി കോളിലും തമ്മിൽ അടി കൂടാതെ ആദ്യം അവളോട് പോയി ചോദിക്കുക ആരെ ഇഷ്ടം. ஐயோ மூக்கில எடுத்தான். ஆமா ചേട്ടാ 2 കാൽബറീസ് 10-ന്റെ. അപ്പൊ സിപ്പ വേണ്ടേ? വേണ്ട, ഇന്നൊരാളെ ബർത്ത്ഡേ അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടാ. 10ന്റെ ഇപ്പൊ വരുന്നില്ല, 20ന്റെ ഉള്ളൂ. ഒരെണ്ണം എടുക്കട്ടെ? പറ്റില്ല. എന്ത് പറ്റില്ല? പണം കൊടുത്തിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ 2 പേരും കൂടെ ഒരെണ്ണം മേടിച്ചിട്ട് ഒരുമിച്ച് പോയിട്ട് ഒരുമിച്ച് I love you എന്ന് പറ. എന്നാ പിന്നെ ഞാൻ പറയാം. നിനക്ക് ഭയങ്കര ഭാരാ. നിങ്ങൾക്കൊരു ഭാരമുണ്ടെന്ന് വിചാരിച്ചിട്ടാ. അതാര് പറഞ്ഞു? இவன் போய் கடைசியில சொல்லுவானோ? இவனை பார்த்தா லைட்டா கிளவரா தான் இருக்கான். ഹാപ്പി ബർത്ത്ഡേ ഡെയ്സി. താങ്ക്സ്. മൂസ പറഞ്ഞിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിയിട്ട് നിങ്ങളെ കൊടുത്തയക്കുമെന്ന്. பாத்தியா? മൂസയോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞേക്കണേ. பேசாம வரணுங்களா அவனுங்க? പറയുന്നുണ്ട്. നിങ്ങൾ ആരടുത്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവസാനം നിങ്ങൾ മേടിയാവും. അതാ ഞാൻ നിങ്ങൾ ചെയ്തത്. നീ ഇപ്പൊ തന്നെ അവളോട് ഞങ്ങളുടെ കാര്യം പറയണം. ഇപ്പഴാ? ഇപ്പൊ തന്നെ പറയണം. ഒന്ന് ഒരുങ്ങിട്ട് വന്നാ പോരെ? പിടി. வேற யாரை ப்ரோபோஸ் பண்ண போறாங்க? ஐயோ, இவன் யாரும் தெரியுதா? அந்த எனிமி அவனா? இந்த பையன் தானே? வெரி மிக்ஸ் ஆகுதா வேற மாதிரி தெரியலையே. கிஸ்னி அந்த சாங் வரும்ல அது மாதிரி வேற. അന്ന് 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. 1, ഡയറി മിൽക്ക് ഞങ്ങൾ എന്നേക്കുമായി വെറും. 2, BC വിശ്വം ശത്രുവിൽ നിന്നും ഞങ്ങളുടെ ആജന്മ ശത്രുവായി മാറി. എടാ, നമ്മളെ സ്ഥിരം തല്ലാനേ ഹെഡ് മാസ്റ്റർക്ക് ചൂല് കൊണ്ടു കൊടുക്കുന്ന രമ്യാറല്ലേ? അവക്ക് എന്നെ കാണുമ്പോ ഒരു ചിരിയ അടുത്ത് മാറിയാച്ച്. അതെന്നെ കാണുമ്പോഴും ഉണ്ടടാ. പെണ്ണെന്നുള്ള വിഷയം നമ്മൾ വിടുന്ന നല്ലത്. അതാ നമുക്ക് അടി കിട്ടുന്നത്. നിങ്ങൾ തമ്മിൽ അടിയാവുന്നതിന്റെ മെയിൻ കാര്യം. അത് മാത്രമല്ല, നീ ഒരു കാരണമാണ്. ഇവനല്ലേ മെയിൻ കാരണം? നീ 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 എന്നാ ഒരു കാര്യം കേട്ടോ, ഇനി ഒരു കൂടായി പിന്നെ ഞാൻ കൂടെ കണ്ടു. ഞാൻ രണ്ടാമത് തീരുമാനിച്ചിരിക്കും. ഈ പറഞ്ഞ ബോർഡ് എക്സാമിന് ഞാൻ പഠിച്ച് പാസ്സാവണം. മൂസാന്ന് പറഞ്ഞാൽ മൂലോ നെഴിഞ്ഞാൽ. ഇനി ആകെ 2 മാസം കൂടെ ഉള്ളൂ. എങ്ങനെയെങ്കിലും പഠിച്ചു ജയിച്ചാൽ അടുത്ത വർഷം പറഞ്ഞ പെൺപിള്ളേരെ മുന്നിൽ നമുക്ക് ഷൈൻ ചെയ്ത് പൊളിച്ചെടുക്കാം. ചുമ്മാ അല്ല, പെട്ടെന്ന് നന്നാകാനൊക്കെ തീരുമാനിച്ചല്ലടാ. ഇത്തവണ ജയിച്ചേ പറ്റൂ. അതിന് പഠിക്കട്ടെ. ഞാൻ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്നാ നമ്മൾ റെഡി. ഇനി മുതൽ നമ്മുടെ ലൈഫിൽ പെണ്ണുമില്ല തല്ലുമില്ല. ഒന്നിനും നമ്മുടെ ശ്രദ്ധ ഇരിക്കാൻ പറ്റൂല. തല്ലല്ലേ വേനിച്ചാ ஐயோ, கீழே விழுந்து சாப்பிட்டு இருக்கானா? ஜி ടൈഡാണ്. നമ്മൾ നന്നായില്ലേ അപ്പ? ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല. സോറി മോനെ. കുഴപ്പമില്ല. കുഴപ്പമില്ല. யாரு இது?
അയ്യോ ഇത് എവിടെ നിന്നടാ? ഇതറിയാ നമ്മുടെ സ്കൂളിലെ പിള്ളേർ ചെളി ഏൽപ്പിച്ചു വന്നോടാ. புது எடிஷன் ഇതാരിത്? கேங்கு. இப்படிதானே கேட்பானுங்க இவனுங்க. யாரா இது அப்படின்னு. ചിരിക്കല്ലേ? சிரிக்காது. ചിരിക്കുന്നതിന്റെ അർത്ഥം നിനക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലേ? എടാ നീയൊക്കെ ഓരോന്ന് ചെയ്യുന്നതും പോരാഞ്ഞിട്ട് മറ്റു പിള്ളേരും കൂടെ കൂട്ടി അവരെയും കൂടെ വഷളായിക്കോടാ. ഇത് ആരെന്ന് പോലും നമുക്ക് അറിഞ്ഞു സാറേ. എടാ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ലടാ ആരടാ നീ? എടാ ഞാൻ കലാം, ടെൻഡിയിലെ അബ്ദുൽ കലാം. നല്ല ബെസ്റ്റ് പേര് അറിഞ്ഞൂടാ. ഈ വിവേകാനന്ദ രാജൻ സാറിനെ തല്ലി. ആര്? വിവേക് ആനന്ദ്. யாரு? ആ പേര് ചേർത്ത് വായിച്ച ആ വലിയ മനുഷ്യനെ അപമാനിക്കരുത്. നീ എന്തിനാണ് രാജൻ സാറിനെ തല്ലിയത്? ഞാൻ തല്ലിയത് സാറേ, ആ രാജ് സാർ ഭ്രാന്ത. അയാൾക്ക് മാത്രമല്ല ഇവിടെ എല്ലാത്തിനും ഭ്രാന്ത. ഡെയിലി ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരാൻ പറയുമ്പോൾ ഞാൻ കൊണ്ടുവരില്ല. അതിനെന്നെ എന്നും തരും. ഹോംവർക്ക് ചെയ്യില്ല പിന്നെ നിന്നെ തല്ലുമല്ല തലോണോടാ. ഇന്ന് മുതൽ നന്നാവണമെന്ന് വിചാരിച്ച് ഹോംവർക്ക് എഴുതിക്കൊണ്ട് വന്നതാ. അപ്പൊ ഇതവിടുന്ന് കട്ട് എഴുതിന്ന് ചോദിച്ചിട്ടാ തല്ലിയത്. ആ അപ്പൊ നിന്നെ തല്ലിയാ നീ തിരിച്ചു തല്ലോ. നീ എന്നെയും തല്ലടാ. അല്ല സാറേ, തല്ലിയാലും കുഴപ്പമില്ല. എന്നെ കള്ളാന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ പിടിച്ച് തള്ളിയത്. കള്ളാണോ? ചുമ്മാതല്ല, ഒരിക്കൽ ചീത്തയായ പിള്ളേരാരും പിന്നീട് നന്നാവത്ത്. അത്ര പ്രോത്സാഹനമല്ലേ കൊടുക്കുന്നു. എത്ര 5 பேரை சேர போறானுണ്ടോ? നമ്മളൊക്കെ ഫ്രണ്ട്സ് ആയല്ലേ? നീയായിട്ട് ഒരു കമ്പനി ഇല്ല. വളയം വന്നേക്കുന്നു ഫ്രണ്ട്ഷിപ്പ്. അന്ന് നമ്മൾ ഫ്രണ്ട്സ് ആയില്ലെങ്കിലും പോകെ പോകെ നമ്മൾ ഒരേ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാറ്. ഒരേ ചായക്കടയിലും ബസ്സിലും ജിമ്മിലും ബാറിലും ഒക്കെ റൈറ്റ് 5 പേരെ മാറിയിട്ടാണെങ്കിൽ ഇപ്പൊ ഹെഡ് മാസ്റ്റർ റൂമിന് മുന്നിൽ എപ്പോഴും കണ്ടുമുട്ടുന്ന ഞങ്ങൾക്കും ഫ്രണ്ട്സ് ആവാം. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയി. അതെ, ഒരു കാര്യമുണ്ട്. എനിക്കൊരു CD ഇട്ടിട്ടുണ്ട്. ആണാ? പക്ഷെ എവിടെ ഇട്ട് കാണും? CD എന്റെ പ്ലെയർ ഉണ്ട്. മൂസ വേണ്ട, ഞങ്ങൾക്ക് ഇതിനോട് അത്ര താല്പര്യമൊന്നുമില്ല. ഇല്ലേ? ഉണ്ടോ? ഇനി ഇതൂടെ ബാക്കിയുള്ളൂ. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊച്ചുങ്ങളുണ്ടാവുന്നു. ആണുങ്ങളെ കുറച്ച് ധൈര്യം അതാണ്. ആണുങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു നോക്ക്. പിന്നെ எல்லாம் சேர்ந்தாங்க செட்டு. யாரா நீ? Losing வேற. சிரி மாட்டிக்கிச்சு. இது ലാബിലെയാ ഇത്? അവിടെ പാവികളാ? ആ കമ്പ്യൂട്ടർ എങ്ങനെ ഓണായാലോ പിടിക്കും, നമ്മളെല്ലാരും പിടിക്കും. ഇതിപ്പോ വലിയ പ്രശ്നമാവൂടാ. ஓ ரைட், பவர் வந்துருச்சு. ஓடுறா டேய். നീ എടുക്ക്, ഞാൻ പറയാം. அங்க போய் வச்சுட்டு வந்து போறான். എഞ്ചിനീയറിംഗ് എൻട്രൻസിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നെ. എന്താ അവന്മാരൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മളെന്താണ് വെറുതെ ആവശ്യമില്ലാത്തവരൊക്കെ മൈൻഡ് ചെയ്യുന്നത് അല്ലേ? വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട്? ஏன் இப்படி? யார் பேக் இது? அது அவன் பேக் போல. ഒരു കുഴപ്പമില്ല, മര്യാദയ്ക്ക്. പ്രശ്നമാവൂലേ? എല്ലാരും പറഞ്ഞോളൂ കേട്ടോ, എല്ലാരും അകത്തു. എന്ത് പ്രശ്നം? അത്രേ ഉള്ളൂ. പിന്നെന്താ? പിന്നെ ഒരു മിനിറ്റ്. ஐயோ. പാടി ഡൈസി, അതിന്റെ ബുക്ക് ஐயோ, ലെറ്റർ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പോട്ടെ. വിഷു ഒരു മിനിറ്റ്. வச்சு அந்த பொண்ணை மாட்டி விட்டானுங்க. இவனுங்க வேற மியூசிக். ஐயோ, இந்த பொண்ணு மாட்ட போகுது பாவம். போச்சு. வித் லெட்டரோட இருக்கா? ஆமா. அவனோட லெட்டரு ரெண்டுமே மாட்டுச்சு. இப்ப அவன் மேல பழி வந்துடும். ச்சே. உங்க ஸ்கூல்ல பேக் செக்கிங்லாம் பண்ணுவாங்களா? எங்க ஸ்கூல்ல பேக் செக்கிங்லாம் பண்ணுவாங்க. என் ஸ்கூலே பேடா இருக்கும்போது எப்படி செக்கிங் பண்ணுவாங்க? ஃபோன் வச்சிருக்காங்களா, ஏதாவது வச்சிருக்காங்களான்னு சொல்லி பேக் செக்கிங். அது வந்துட்டு 11th 12th படிக்கிறப்ப செக் பண்ணாங்க. ஷூல எடுத்துன்னு வருவானுங்க போன கால்ல இதுல. നീ ഒറ്റ ഒരുത്തം തോന്നുന്നതല്ലോ. எப்படி வந்தாலும் வந்து உட்காந்துட்டு போனேன் தெரியாமல போவோம்.
ஏதோ பண்ண போறாங்க. எப்பா ஐயோ இந்த டீனேஜ் பசங்க மேய்க்கிறது ரொம்ப கஷ்டம் இல்லை. சேரத்துக்கு அடிக்க போறான்பா. காலை உடைச்சிட்டான். ചേരത്തേക്ക് അടിച്ച് കാലേ ഉടച്ചു വിട്ടാണെങ്കിൽ പോണേ. ഞാൻ വളരെ ദൂരെയാണ് സാർ ജോലി ചെയ്യുന്നത്. മോനൊരു നല്ല സ്കൂളിൽ പഠിക്കട്ടെ എന്ന് കരുതി എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിർത്തിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സ്കൂളിന് വേണ്ടി നന്നായിട്ട് പഠിക്കുന്ന എൻ്റെ മകൻ വേണോ ഈ തല്ലിപ്പൊളികൾ വേണോ എന്ന് സാറാണ് തീരുമാനിക്കേണ്ടത്. കേട്ടല്ലോ, എന്റെ മോനെ ഞാൻ വേറെ സ്കൂളിൽ ചേർക്കാൻ പോവാ. ദേ ഇനി ഇവനോട് മിണ്ടാനോ മറ്റോ വന്നാ തല്ലുകൊള്ളുന്ന ഇവനായിരിക്കും. ഇവന്റെ കാലും കൂടി ഞാൻ തല്ലി ഒടിക്കും. കേട്ടല്ലോ? 5 പേർ പിരിച്ചു പോറാണ് ഞാൻ. വാടാ. ഇവ ഇനി വീട്ടിൽ ഇരുന്ന് പഠിച്ചോട്ടെ. ഇനി കൂട്ടുകാരെന്ന് പറഞ്ഞ് വീട്ടിന്റെ പരിസരത്ത് വന്ന ബാക്കി അപ്പ കാണാം. അന്ന് നമ്മുടെ അച്ഛന്മാരോട് ചേർന്ന ഒരു തീരുമാനമുണ്ട്, നമ്മളെ ഇനി ഒരു സ്ഥലത്ത് ഒരുമിച്ച് പഠിപ്പിക്കില്ലെന്ന്. ஐயோ இப்படிதான் நினைக்கிறவனுங்க எல்லாம் அங்க வந்து மீட் பண்ண போறானுங்க. வெளியே போக நீ. ഡെറിവേറ്റീവ് ഫോർമുല ഇതൊക്കെ വരുവോടാ? ആർക്കറിയാല്ലേ? കുറച്ച് സേപ്പറേഷൻ ആ ബുക്കിൽ ബാക്കി വെച്ചേരെ. നാളെ തന്നെ ഇത് കൊടുത്തവൻ ബിരിയാണി വാങ്ങിച്ചിരുന്നു. കുറച്ച് ബാക്കി വെക്കായിരുന്നു. ഇറക്കിക്കൊട്ടാ. എടാ എന്നെ പോലെ പഠിച്ച് എന്നെ പോലെ ആവണം, മനസ്സിലായോ? അല്ലാതാ അവനെ പോലെ ആവരുത്. അവനെ കണ്ടില്ലേ, വെറുതെ മണി ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവർ ഇവരെ ചേർത്തു, ഇവൻ വന്നിട്ട് എന്നെ ചേർത്തു. എന്നിട്ട് ഇപ്പൊ എന്തായി? ആ ക്രീമൊക്കെ എടുത്ത് അവൻ തന്നെ അവന്റെ മുഖത്ത് തീർക്കുന്നു. ഇപ്പൊ മെത്തേഡ് ബിസിനസ് പറഞ്ഞ് പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെന്തായി തീരും എന്തോ. ചേട്ടൻ എന്നെയാണോ വഴക്ക് പറയണത് അവനെയാണോ? അതെ, മറ്റു മാതാപിതാക്കളെ പോലെ അവര് പറയുന്ന പോലെ പഠിച്ച് അവര് പറയുന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനൊന്നും ഞാൻ വാശി പിടിക്കില്ല. അതുകൊണ്ട് നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിൽ ഒരു ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാം. തീരുമാനിച്ചു. പക്ഷെ എന്റെ ഇഷ്ടം. നിന്റെ ഇഷ്ടം ആരാണോ ചോദിച്ചേ? ഞാനല്ലേ പഠിക്കേണ്ടത്. പഠിച്ചോ. പക്ഷെ 3ാമതൊരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതൊക്കെ ഈ വീടിന്റെ പടിക്ക് പുറത്തിറങ്ങിയിട്ടാവണം. വെറുതെ എന്റെ പൈസ തുലയ്ക്കരുത്. നീ എന്തായാലും എൻട്രൻസ് എഴുതിയാ കിട്ടാൻ പോണേ. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ പരിപാടി? എനിക്ക് എഞ്ചിനീയർ ആവണം. എന്തിന്? അതൊന്നും എനിക്കറിയണം. പക്ഷെ എനിക്ക് എഞ്ചിനീയർ ആയേ പറ്റൂ. ഞാൻ പറഞ്ഞ കേക്ക്. നീരുടെ ബഹറിൽ കയറുവാ. നമുക്ക് നമ്മളവിടെ കടയൊക്കെ നോക്കി സുഖമായിട്ട് പോവാടാ. പറ്റൂലോ, എനിക്ക് പഠിക്കണം. നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല മോനെ. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കുമ്പോ കാര്യമില്ലടാ, നിന്റെ വാപ്പാടെ ബുദ്ധിയാണ്. രണ്ടുപേരും ഒരേ മാതിരി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എഞ്ചിനീയർ ആയേ പറ്റൂ. മറ്റന്മാരെല്ലാം എഞ്ചിനീയറിംഗിന് പോണോണ്ടാണ് ഈ മണ്ട അങ്ങനെ പറയാം. വിഷ്ണു, വിവേക്, തോമസ്, മുഹമ്മദ് മൂസാവാ? അതാ മൂസാന്ന് நினைக்கிறேன். കറക്റ്റാ? നീ തോക്കുമായിരിക്കും, പക്ഷെ ഞാൻ തോക്കാൻ തയ്യാറല്ലടാ. കാശ് എറിയിട്ടാണ് നിന്നെ ഒരു എഞ്ചിനീയർ ആക്കും. ഞാൻ കൂടെ പാസ്സാണോ ലിസ്റ്റ് കാണിച്ചിട്ട് ആ തലതെറിച്ചവന്മാരുടെ തലവെട്ടം എത്താത്ത സ്ഥലത്തേക്ക് അതിന് പറ്റിയ സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരുങ്ങിയിരുന്നോ നീ, കേട്ടോ? രാധിക, സുഖമാണോ? ആ സുഖമാണ്. അവിടെയോ? ഓ സുഖം. വിഷ്ണുവിന്റെ അഡ്മിഷൻ എന്തെങ്കിലും ആയോ? ആയിട്ടില്ല. മാർക്ക് കുറവല്ലേ? അജോയ്ക്കും മാർക്ക് ഭയങ്കര കുറവാ. അതെങ്ങനെ? പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണം, അല്ലാതെ കളിച്ചു നടന്നാലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ അജോനോട് പറയാം വിഷ്ണു അഡ്മിഷൻ എടുക്കുന്നോട് തന്നെ അഡ്മിഷൻ എടുക്കാൻ. ഇതന്നെ നീ ചെറുത് വാങ്ങിയത്? ഇത് വില കൂടലേ ചേച്ചി. വിഷ്ണു എവിടെ അഡ്മിഷൻ എടുക്കണെന്നാ പറഞ്ഞേ? തീരുമാനിച്ചില്ല. ഞാൻ നിന്നോട് പ്രത്യേകം പറയണോ ചെന്ന് പറയാൻ? പറയട്ടെ. ഇത്രയും കുറഞ്ഞ മാർക്കാണെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല അല്ലേ ചേട്ടായി? നീ ടെൻഷൻ അടിക്കാതെ, നമ്മുടെ പള്ളിക്കാരുടെ കോളേജാണല്ലോ, ഞാൻ വിളിച്ചു പറഞ്ഞ് ശരിയാക്കാം. പക്ഷെ ഒരു കാര്യം, അവൻ ഇങ്ങനെ കയറൂരി വിടരുത് കേട്ടോ. മാത്യു എന്റെ മോനായതുകൊണ്ട് പറയല്ല, ഇന്നേ വരെ അവന് വേണ്ടി ആരുടെ അടുത്തെങ്കിലും റെക്കമെൻഡേഷൻ പോവേ എവിടെയും തലകുലിച്ച് നിൽക്കേണ്ടി എനിക്ക് വന്നിട്ട് ആ ഗതിയോട് നിനക്കേ വന്നിട്ടുള്ളൂ അല്ലയോടി? ഇനിയെങ്കിലും നീ അവന്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധ വെക്ക്. ചെറുക്കൻ ഇങ്ങനെ കൂട്ടും കൂടി നടന്നാല് അവന്റെ ഭാവി നശിക്കത്തേ ഉള്ളൂ. ശരിയല്ലേ?
ஓகே, தேங்க்யூ ஃபார் வாட்சிங் பார்ட் 1. நம்ம பார்ட் 2ல சந்திப்போம். பை பை.